എബിക്കറിയോ, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മി എൻ്റെ പപ്പയെ കൊന്ന ദിവസം കൂടിയാണ്. ഞാൻ അനാഥയായ ദിവസം. എന്നിട്ടും ഇന്ന് ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് എൻ്റെ ആനിമയും മേഴ്സിമയും അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ. അന്ന് എൻ്റെ മമ്മി ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങി തന്നതും ഒരു വയലിനായിരുന്നു. എനിക്കുള്ള മമ്മിയുടെ ലാസ്റ്റ് ഗിഫ്റ്റ് ഇന്നിപ്പോൾ എബിയും. ജയിലിൽ വെച്ച മെൻ്റലി ഡിസോർഡറായ മമ്മി സെല്ലിൽ തലയിടിച്ച് മരിച്ചത്. അന്നതറിഞ്ഞപ്പോൾ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ബാക്കി വെച്ച ആ കരച്ചിലാണ് എബി, എൻ്റെ മ്യൂസിക്. സ്നേഹിച്ചവരെല്ലാവരും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പേടിയാണ് എബി, അപവാദങ്ങളെ, ചുറ്റിനുള്ള ആളുകളെ, എല്ലാവരെയും. എന്തൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഈ മൂഡ് ഏഞ്ചലിന് ഒട്ടും ചേർത്തില്ല. ആ ധൈര്യമൊക്കെ എവിടെ പോയി? ധൈര്യം? അത് ധൈര്യമൊന്നുമല്ല. ഉള്ളിലെ സങ്കടമൊക്കെ ആരും അറിയാതെ അടക്കി പിടിച്ച് വന്നു ചേർന്ന ഒരവസ്ഥയാണ്. അല്ലാതെ ആ പറഞ്ഞ നേരാ. ഉള്ളിൽ ഒരുപാട് സങ്കടമുള്ളവരാരും അതൊന്നും മറ്റാരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാനും അങ്ങനെയാ. പൗലോസച്ചൻ പറയും, കുറേ ചിരിച്ചും ചിരിപ്പിച്ചും പൊങ്ങച്ചൻ പറഞ്ഞും ഇല്ലാത്ത ഗമ കാണിച്ചും ഞാൻ എന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയെന്ന്. കഴിഞ്ഞുപോയ ദുരന്തങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും പൗലോസച്ചൻ പറഞ്ഞു തന്നാ. എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ലേ? എന്നാ പറയാനാ, ഒത്തിരി ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കഴിയാറില്ല. എന്നായാലും ഒരു കാര്യം സത്യ, വെറും വാക്ക് പറയണല്ല കേട്ടോ. ഇനി മുതൽ സങ്കടമായാലും സന്തോഷമായാലും കൂടെ കൂടെ ഞാനും ഉണ്ട്. കൂടെ കൂട്ടിയാൽ മതി. അല്ല, ഏഞ്ചലൊന്നും പറഞ്ഞില്ല?